ഇന്ത്യയുടെ തലസ്ഥാനം ദില്ലി. അങ്ങനെ കോൺഗ്രസും ബി ജെ പിക്കും ഒന്നും എളുപ്പത്തിൽ കൈകടത്താൻ കഴിയാത്ത ഒരിടം. അരവിന്ദ് കെജ്രിവാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തട്ടകം. ആ തട്ടകത്തിൽ ഒറ്റയ്ക്ക് മത്സരിക്കാമെന്ന തീരുമാനത്തിലേക്ക് ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ എത്തുന്നു. ദില്ലിയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, ദില്ലി അടക്കമുള്ള പല സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് സീറ്റുകൾ വേണ്ട വിധത്തിൽ പിടിച്ചെടുക്കുവാൻ കഴിയാതെ പോയതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആം ആദ്മി പാർട്ടിയെ കൂടെ നിർത്തിയതാണ്. അവർക്കെതിരായുള്ള അഴിമതി ആരോപണങ്ങൾ ഇന്ത്യ സഖ്യത്തെയും ബാധിച്ചു എന്നുള്ള വലിയൊരു ആരോപണവും ആക്ഷേപവും ഒക്കെ ഇന്ത്യ സഖ്യത്തിൽ സഹജമായിരുന്നു. ആ സമയം തൊട്ട് തന്നെ ആം ആദ്മി പാർട്ടി വിട്ടുനിന്നിരുന്നു. എന്നാൽ ദില്ലി തങ്ങളുടെ തട്ടകമാണ്. ആ തട്ടകത്തിൽ കൂടെ മത്സരിക്കാൻ ഒരു കോൺഗ്രസും വേണ്ട, ഇന്ത്യ സഖ്യത്തിലെ മറ്റൊരു പാർട്ടിയും വേണ്ട എന്ന നിലപാട് സ്വീകരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ. അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ ദില്ലിയിൽ മത്സരിക്കുമ്പോൾ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ്. 80 സീറ്റുകളുള്ള ദില്ലി നിയമസഭയിൽ എത്ര സീറ്റുകൾ ആം ആദ്മി പാർട്ടിക്കും, എത്ര സീറ്റുകൾ കോൺഗ്രസിനും, എത്ര സീറ്റുകൾ ബി ജെ പിക്കും ഒക്കെ നേടുവാൻ സാധിക്കും എന്നുള്ള കണക്കുകളാണ്, എന്നുള്ള വിധാൻസഭയുടെ ഒപ്പീനിയൻ സർവേയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ആ ഒപ്പീനിയൻ സർവേയിൽ ദില്ലി പോലെയുള്ള ഒരു സംസ്ഥാനം ആര് പിടിച്ചെടുക്കുമെന്നാണ് അവിടുത്തെ ജനങ്ങൾ പറയുന്നത്. ആര് തങ്ങളെ ഭരിക്കുന്നതാണ് ദില്ലിയിലെ ജനതയ്ക്ക് ഇഷ്ടമെന്നുള്ള സർവേ ഫലം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അത് ആ സർവേ ഫലം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും വിധാൻസഭ പറയുന്നത് ശരിയോ തെറ്റോ എന്നുള്ളത്. വിധാൻസഭയുടെ സർവേകൾ ചില സമയങ്ങളിൽ ശരിയാവുകയും ചില സമയങ്ങളിൽ പാളിപ്പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ദില്ലിയുടെ കാര്യത്തിൽ അത് എങ്ങനെയാണ് വിധാൻസഭ പറഞ്ഞു വെക്കുന്നതെന്ന് പരിശോധിക്കാം. ഓരോ മണ്ഡലത്തിലെയും 10,000-ൽ പരം സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ടാണ് വിധാൻസഭ ഈ സർവേ ഫലം പുറത്തുവിട്ടിട്ടുള്ളത്. അതായത് ഏറ്റവും ആദ്യം ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹിയിൽ ആകെയുള്ളത് 7 നിയമസഭാ മണ്ഡലങ്ങളാണ്. ആ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 2ഇടത്ത് ബി ജെ പി, 1ഇടത്ത് കോൺഗ്രസ്, 4ഇടത്ത് ആം ആദ്മി പാർട്ടി. ആം ആദ്മി പാർട്ടി ദില്ലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശമായ ന്യൂഡൽഹിയിൽ 4 സീറ്റുകളിൽ ലീഡ് ഉയർത്തുന്നു. അവിടെ നേർപകുതി മാത്രമാണ് ബി ജെ പിക്ക് കൈവരിക്കുവാൻ സാധിക്കുന്നത്. 1ഇടത്ത് മാത്രമായി ഒരു കാലത്ത് ദില്ലി ഭരിച്ചിരുന്ന, ന്യൂഡൽഹി ഭരിച്ചിരുന്ന കോൺഗ്രസ് ഒതുങ്ങിപ്പോകുന്നു. ഇനി നോർത്ത് ഡൽഹിയിലേക്ക് വരുമ്പോൾ ആകെയുള്ളത് 8 നിയമസഭാ മണ്ഡലങ്ങൾ. ആകെയുള്ള 8 നിയമസഭാ മണ്ഡലങ്ങളിൽ 1ഇടത്ത് മാത്രം ബി ജെ പിക്ക് ഇടം നേടുവാൻ സാധിക്കുമെന്ന് വിധാൻസഭ പറയുമ്പോൾ 7ഇടത്ത് ആം ആദ്മി പാർട്ടി, അതായത് 90%-ലേറെയും സീറ്റുകൾ നോർത്ത് ഡൽഹിയിൽ നിന്ന് ആം ആദ്മി പാർട്ടി നേടുമ്പോൾ 1ഇടത്ത് മാത്രം ബി ജെ പി, അവിടെ കോൺഗ്രസ് നിഷ്പ്രഭമായി പോകുന്നു എന്നുള്ളതാണ് വിധാൻസഭ പറയുന്ന സർവേ. അടുത്തത് ഈസ്റ്റ് ഡൽഹിയാണ്. ഈസ്റ്റ് ഡൽഹിയിലും ആകെയുള്ളത് 7 നിയമസഭാ മണ്ഡലങ്ങൾ. ആ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 1ഇടത്ത് ബി ജെ പി, 1ഇടത്ത് കോൺഗ്രസ്, 5ഇടത്ത് ആം ആദ്മി പാർട്ടി. അവിടെയും കോൺഗ്രസിനെയും ബി ജെ പിയെയും സംബന്ധിച്ച് നോക്കുമ്പോൾ ആം ആദ്മി പാർട്ടി ബഹുദൂരം മുൻപിലാണ്. നിലവിൽ നമ്മൾ കണക്കാക്കിയിട്ടുള്ള ന്യൂഡൽഹിയിലും നോർത്ത് ഡൽഹിയിലും ഈസ്റ്റ് ഡൽഹിയിലുമെല്ലാം കോൺഗ്രസിനെയും ബി ജെ പിയും താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ബി ജെ പി ബഹുദൂരം മുൻപിലാണ്. ഇനി മറ്റേതെങ്കിലും മണ്ഡലങ്ങളിൽ കോൺഗ്രസിനോ ബി ജെ പിക്കോ മുൻപിലെത്താൻ സാധിക്കുമോ എന്നുള്ളത് പരിശോധിക്കാം. അടുത്തത് ചാന്ദിനി ചൗക്കാണ്. ചാന്ദിനി ചൗക്കിലെ 8 നിയമസഭാ മണ്ഡലങ്ങളിൽ 3ഇടത്ത് ബി ജെ പി, 2ഇടത്ത് കോൺഗ്രസ്, 3ഇടത്ത് ആം ആദ്മി പാർട്ടി. അവിടെ ബി ജെ പിയും ആം ആദ്മി പാർട്ടിയും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഒരൊറ്റ സീറ്റിന്റെ പുറകിൽ കോൺഗ്രസ്. അതായത് അവിടെ ശക്തമായൊരു പോരാട്ടമാണ് കോൺഗ്രസും ബി ജെ പിയും ആം ആദ്മി പാർട്ടിയും തമ്മിലൊക്കെ നടത്തുന്നത്. എന്നിരുന്നാൽ പോലും നേരിയ തരത്തിലൊരു മുൻതൂക്കം ബി ജെ പിക്കും ആം ആദ്മി പാർട്ടിക്കുമാണ്. അവർ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുകയാണ്. സൗത്ത് ഡൽഹിയിലേക്ക് വരുമ്പോൾ ആകെയുള്ള 8 നിയമസഭാ മണ്ഡലങ്ങളിൽ 3ഇടത്ത് ബി ജെ പി, 1ഇടത്ത് കോൺഗ്രസ്, 4ഇടത്ത് ആം ആദ്മി പാർട്ടി. അവിടെയും ബി ജെ പിയും ആം ആദ്മി പാർട്ടിയും തമ്മിലാണ് ശക്തമായ പോരാട്ടം എന്ന് പറയാം. കോൺഗ്രസിനാകെ നേടുവാൻ സാധിക്കുന്നത് 1 സീറ്റ്. അവിടെയും ആം ആദ്മി പാർട്ടി ഒരു നേരിയ മുൻതൂക്കം ഉണ്ടാക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഇനി ഉത്തർ പശ്ചിമ ദില്ലിയിലേക്ക് വരുമ്പോൾ ഉത്തർ പശ്ചിമ ദില്ലിയിൽ ആകെയുള്ളത് 8 നിയമസഭാ മണ്ഡലങ്ങൾ. അവിടെ 3ഇടത്ത് ബി ജെ പി, 5ഇടത്ത് ആം ആദ്മി പാർട്ടി. അവിടെയും ബി ജെ പിയേക്കാൾ 2 അടി മുൻപിലാണ് ആം ആദ്മി പാർട്ടി. കോൺഗ്രസിന് അവിടെ നിലനിർത്താൻ കഴിയാത്ത സാഹചര്യമെന്ന വിധാൻസഭാ സർവേ വ്യക്തമാക്കുന്നു. ഇനി വടക്ക് കിഴക്കൻ ദില്ലിയിൽ ആകെയുള്ളത് 8 നിയമസഭാ മണ്ഡലങ്ങൾ. വടക്ക് കിഴക്കൻ ദില്ലിയിൽ ബി ജെ പി ആകെ നേടുവാൻ പോകുന്നത് 1 മണ്ഡലം, കോൺഗ്രസ് ആകെ നേടുവാൻ പോകുന്നത് 1 മണ്ഡലം, ബി ജെ പി നേടുവാൻ പോകുന്നതാകട്ടെ 6 നിയമസഭാ മണ്ഡലങ്ങൾ. അതായത് അവിടെ ബഹുദൂരം മുൻപിൽ 1-1-6 എന്ന തരത്തിലേക്ക് വലിയ ദൂരത്തിലേക്കാണ് ആം ആദ്മി പാർട്ടി വടക്ക് കിഴക്കൻ ദില്ലിയിൽ മുന്നേറ്റം ഉണ്ടാക്കുവാൻ പോകുന്നത് എന്ന വിധാൻസഭ സർവേ വ്യക്തമാക്കുന്നു. അടുത്തത് ഉത്തർപൂർവ് ദില്ലിയാണ്. ഉത്തർപൂർവ് ദില്ലിയിൽ ആകെയുള്ളത് 8 നിയമസഭാ മണ്ഡലങ്ങൾ. അവിടെ 1ഇടത്ത് ബി ജെ പി, 2ഇടത്ത് കോൺഗ്രസ്, 5ഇടത്ത് ആം ആദ്മി പാർട്ടി.
അതായത് 5-2-1 എന്ന രീതിയിൽ BJPക്ക് അവിടെ കോൺഗ്രസിനേക്കാൾ സാധ്യത ഇടിയുന്നുണ്ട്. ഈ ഒരു ജില്ലയിലാണ് കോൺഗ്രസിന് BJPയേക്കാൾ നേരിയ മുൻതൂക്കം ഉണ്ടാകുന്നത്. അതായത് ഉത്തർപൂർവ്വ ദില്ലി, അവിടെ 8 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരിടത്ത് BJP, 2 കോൺഗ്രസ്, 5 ആം ആദ്മി പാർട്ടി. വിധാൻസഭ പറയുന്ന അനുസരിച്ച് പശ്ചിമ ദില്ലിയിലേക്ക് വരുമ്പോൾ പശ്ചിമ ദില്ലിയിലെ ആകെയുള്ള 8 നിയമസഭാ മണ്ഡലങ്ങളിൽ 2 BJP, 6 ആം ആദ്മി പാർട്ടി. അവിടെയും കോൺഗ്രസ് തിരഞ്ഞെടുക്കുന്നില്ല എന്നുള്ളതാണ് സർവേ ഫലം വ്യക്തമാക്കുന്നത്. വിധാൻസഭയിലെ ഓരോ മണ്ഡലത്തിൽ നിന്നുമുള്ള 10,000-ൽ പരം സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ടുള്ള വിധാൻസഭ സർവേ പ്രകാരം ആകെയുള്ള 70 നിയമസഭാ മണ്ഡലങ്ങളിൽ 17 BJP, 8 മാത്രം കോൺഗ്രസ്, 45 ആം ആദ്മി പാർട്ടി. BJPയേക്കാൾ അനവധി സീറ്റുകൾ നേടുന്നു ആം ആദ്മി പാർട്ടി. കോൺഗ്രസിനേക്കാൾ 10 മടങ്ങ് സീറ്റുകൾ നേടുന്നു ആം ആദ്മി പാർട്ടി. ബഹുദൂരം വ്യത്യാസമുണ്ട്. BJPയും കോൺഗ്രസും ഒക്കെ തമ്മിൽ ആം ആദ്മി പാർട്ടിയെ പിടിച്ചു കെട്ടുവാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോഴും ദില്ലിയിലുള്ളത് എന്നാണ് വിധാൻസഭയുടെ സർവേ പ്രകാരം കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. എന്നാൽ സർവേ ഫലങ്ങൾ എല്ലാ കാലത്തും ശരിയാകണമെന്നില്ല. അന്തിമ തീരുമാനം തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വോട്ടിംഗ് ശതമാനങ്ങൾ പരിശോധിച്ചുകൊണ്ട്, പോളിംഗ് ശതമാനങ്ങൾ പരിശോധിച്ചുകൊണ്ട് നമുക്കൊരു വ്യക്തമായ തീരുമാനത്തിലേക്ക് എത്തുവാൻ സാധിക്കുള്ളൂ. അന്തിമ ഫലം വരേണ്ടതായിട്ടുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ വിധാൻസഭയുടെ സർവേയുടെ പ്രകാരം ആകെയുള്ള 70 മണ്ഡലങ്ങളിൽ 17 BJP, 8 കോൺഗ്രസ്, 45 ആം ആദ്മി പാർട്ടി. അതായത് ദില്ലി ജനത ആഗ്രഹിക്കുന്നത് അവിടെ ആം ആദ്മി പാർട്ടി വരണമെന്നാണ് വിധാൻസഭ സർവേ പ്രകാരം പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ.